GVHSS അത്തോളിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ ശ്രുതി, നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടീച്ചർ. 9ാം ക്ലാസ്സിലേതുപോലെ 10ാം ക്ലാസ്സിലും 2 പാഠബുക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോഷ്യൽ സയൻസ് ഫസ്റ്റ് ഹിസ്റ്ററിയും സോഷ്യൽ സയൻസ് സെക്കൻഡ് ജോഗ്രഫിയും. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് സെക്കൻഡ് ജോഗ്രഫിയിലെ ആദ്യത്തെ അധ്യായമായ ഋതുഭേദങ്ങളും സമയവും, seasons and time. In this chapter we have to study 2 important things. The first one is why seasons change and the second one is time calculation. In this class we study about why seasons change. ഋതുഭേദങ്ങളും സമയവും എന്ന അധ്യായമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഋതുഭേദങ്ങള് ഭൂമിയിൽ എത്തുന്നത് എങ്ങനെ, രണ്ടാമതായി സമയം കണക്കാക്കല്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഋതുഭേദങ്ങള് ഭൂമിയിൽ ഉണ്ടാവുന്നത് എങ്ങനെയെന്നാണ്. സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. Variations in the amount of sunshine are the important special feature of the different season. The reason for these variations are Earth revolution, tilt of axis. First reason ആയ Earth revolution, ഭൂമിയുടെ പരിക്രമണം. അതെന്താന്ന് നോക്കാം. നമുക്കറിയാം റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ് റൊട്ടേഷൻ, റെവല്യൂഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് മൂവ്സ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആക്സിസ് ഇല്ല, അതൊരു സാങ്കല്പികമാണ്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിക്രമണം. An elliptical orbit that the earth revolves around the sun. An elliptical orbit that the earth revolves around the sun. ഒരു ദീർഘവൃത്താകൃതിയിലായ സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത്. അതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. അതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ ആയ ടിൽറ്റ് ഓഫ് ആക്സിസ്, അച്ചുതണ്ടിന്റെ ചരിവ്, അതെന്താണെന്ന് നോക്കാം. The second reason is tilt of axis, അച്ചുതണ്ടിന്റെ ചരിവ്. അതിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. ടിൽറ്റ് ഓഫ് ആക്സിസ് എന്താണെന്ന് നോക്കാം. അതായത് ദ ആക്സിസ് ഓഫ് ദി എർത്ത്, ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ദ ആക്സിസ് ഓഫ് എർത്ത് ഈസ് tilted at an angle of 66.5 degree from the orbital plane. If it is measured from the vertical plane, it is 23.5 degree. Once more, the axis of Earth is tilted at an angle of 66.5 degree from the orbital plane. If it is measured from the vertical plane, it is 23.5 degree. അതായത് ഫ്രം ദി ഓർബിറ്റൽ പ്ലെയിൻ, പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 66 ഡിഗ്രിയും ലംബതലത്തിൽ, അതായത് കുത്തനെ നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയുമാണ്. ഇതിനെയാണ് ടിൽറ്റ് ഓഫ് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി റെവല്യൂഷൻ the earth maintained this tilt. This is known as parallelism of earth axis. Throughout the revolution, the earth maintained this tilt. This is known as parallelism of earth axis. അതായത് പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ അച്ചുതണ്ടിന്റെ ചരിവ് നിലനിർത്തുന്നുണ്ട്. അതിനെയാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയുന്നത്. പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ അച്ചുതണ്ടിന്റെ ചരിവ് നിലനിർത്തുന്നുണ്ട്. അതിനെയാണ് പാരലലിസം ഓഫ് എർത്ത്
ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എർത്ത് റെവല്യൂഷൻ, ടിൽറ്റ് ഓഫ് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ ചരിവ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, അതായത് സൂര്യന്റെ അയനം. പാരലലിസം ഓഫ് ആക്സിസിൽ നമ്മൾ പഠിച്ചു ത്രൂഔട്ട് ദി റെവല്യൂഷൻ ദ എർത്ത് മെയിൻറ്റെയിൻ ദിസ് ടിൽറ്റ്. പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിന്റെ ചരിവ് നിലനിർത്തുന്നുണ്ടെന്ന്. Since the parallelism is maintained throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn is known as apparent movement of the sun. ഒന്നുകൂടി പറയാം. Since the parallelism is maintained throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn is known as apparent movement of the sun. അതായത് അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷികമായ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പരിക്രമണ വേളയിലുടനീളം അച്ചുതണ്ടിന്റെ ചരിവ് നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷികമായ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു there is variations in the amount of sunshine that falls on the earth due to the apparent movement of the sun. സൂര്യന്റെ അയനം മൂലമാണ് ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. സൂര്യന്റെ അയനം, അതായത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. നമുക്കറിയാം സൂര്യൻ ഭൂമിയേക്കാൾ വലുതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, സൂര്യനെ ചെറുതായിട്ട് വരച്ചിരിക്കുകയാണ്. എന്താണ് സൂര്യന്റെ അയനം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ? നമുക്ക് നോക്കാം. നമുക്കറിയാം ഇത് ഭൂമിയാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. സൺ റേസ് ഇതാണ് ഇക്വേറ്റർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. 23.5 ഡിഗ്രി നോർത്ത് ആണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി സൗത്ത് ആണ് ദക്ഷിണായന രേഖ, 0 ഡിഗ്രി ഭൂമധ്യരേഖ. March 21st, the sun is above the equator. On March 21st, the sun is above the equator. March 21st onwards, the sun apparently shifts from the equator towards the north and reaches vertically over the Tropic of Cancer on June 21st. On March 21st onwards, the sun apparently shifts from the equator and reaches vertically over the Tropic of Cancer on June 21st. The southward apparent movement of the sun begins from June 21st and again reaches vertically above the equator on September 23rd. The southward apparent movement of the sun begins from June 21st and reaches vertically over the equator on September 23rd. The sun continues its southward apparent movement from the equator on September 23 and reaches vertically over the Tropic of Capricorn on December 22. This is known as apparent movement of the sun. അതായത് മാർച്ച് 21-ന് സൂര്യന്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കും. മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖ
ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് സൂര്യൻ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. മാർച്ച് 21 ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് സൂര്യൻ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. തുടർന്ന് ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് അയനം ചെയ്യുന്നു. സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കടന്ന് ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഇതിനെയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. സൂര്യന്റെ അയന ഫലമായിട്ടാണ് സൗരോർജ ലഭ്യതയിൽ ഭൂമിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ സൂര്യന്റെ അയന ഫലമായിട്ടാണ് സൗരോർജ ലഭ്യതയിൽ ഭൂമിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. Since the parallelism is maintained throughout the revolution, the position of the sun varies apparently between Tropic of Cancer and Tropic of Capricorn. This is known as apparent movement of the sun. In this area, we can conclude that in a year, one half the sunshine vertically falls on northern hemisphere and the other half the sunshine falls vertically over the southern hemisphere. വർഷത്തിന്റെ ഒരു പകുതിയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ലംബമായി പതിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലുമാണ്. അതായത് വർഷത്തിന്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യന്റെ ലംബരശ്മികൾ പതിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് മാർച്ച് 21 സെപ്റ്റംബർ 23. ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് ജൂൺ 21. ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് ഡിസംബർ 22. As a result of apparent movement of the sun between Tropic of Cancer and Tropic of Capricorn, the different season, that is spring, summer, autumn, winter, get repeated in a cyclical manner. അതായത് സൂര്യന്റെ അയന ഫലമായിട്ടാണ് വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തം, ശൈത്യം എന്നിവ ഭൂമിയിൽ മാറി മാറി വരുന്നത്. Not only apparent movement of the sun, the earth revolution, the tilt of axis and parallelism of earth axis are also the reasons. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വിനോസിസ് അഥവാ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. ഇക്വിനോസിസ്. The sun is vertically above the equator. Equal amount of sunlight is received in northern hemisphere as well as in the southern hemisphere. Once more. When the sun is above the equator, equal amount of sunlight is received from the northern hemisphere as well as in the southern hemisphere. It happened on March 21 and September 23. മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്നത്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാണ്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. ഈ ദിവസങ്ങളെയാണ് സമരാത്ര ദിനങ്ങൾ അഥവാ ഇക്വിനോസിസ് എന്നും വിഷുവങ്ങൾ എന്നും പറയുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. On March 21st and September 23rd, the sun is above the
equator. On March 21st and September 23rd, the sun is above the equator. Equal amount of sunlight is received in northern hemisphere and southern hemisphere. These days are known as equinoxes. The peculiarity of these days are length of day and night will be equal. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈക്വൽ എമൗണ്ട് ഓഫ് ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസസ് ഓൺ മാർച്ച് 21st ആൻഡ് സെപ്റ്റംബർ 23rd. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്തം. നമുക്കറിയാം മാർച്ച് 21st സെപ്റ്റംബർ 23 സണ്ണ് ഇക്വേറ്ററിന്റെ മുകളിലാണ്. On March 21st, the sun is vertically over the equator. March 21st onwards, the sun apparently shifts from equator to northward and reaches vertically over the Tropic of Cancer on June 21st. This day is known as summer solstice. The peculiarity of this day is lengthening of day and shortening of night. It is because of the sun is vertically over the Tropic of Cancer. നമുക്ക് എന്താ നോക്കാം. മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിവസത്തിനെയാണ് ഗ്രീഷ്മ അയനാന്തം എന്ന് പറയുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിന്റർ സോൾസ്റ്റൈസ്. എന്താണ് വിന്റർ സോൾസ്റ്റൈസ് എന്ന് നോക്കാം. ഓൺ സെപ്റ്റംബർ 23rd, the sun is vertically over the equator. September 23rd onwards, the sun apparently shifts from the equator and reaches vertically over the Tropic of Capricorn on December 22. The peculiarity of this day is lengthening of day and shortening of night. നമുക്ക് എന്താ നോക്കാം. സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം ചെയ്ത് ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിവസത്തിനെയാണ് ശൈത്യ അയനാന്തം എന്ന് പറയുന്നത്. ഈ ദിവസത്തിന്റെ പ്രത്യേകത പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും. കാരണം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നത് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലാണ്. നമ്മൾ പഠിച്ചു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. The sun shift apparently between Tropic of Cancer and Tropic of Capricorn is known as apparent movement of the sun. സൂര്യൻ ദക്ഷിണായന രേഖയ്ക്കും ഉത്തരായന രേഖയ്ക്കും അയനം ചെയ്യുന്നു. അതിന്റെ ടേബിൾ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഫ്രം മാർച്ച് 21st, മാർച്ച് 21 സൂര്യൻ ഇക്വേറ്ററിന്റെ നേർമുകളിലായിരിക്കും. ജൂൺ 21 ആവുമ്പോഴേക്കും എവിടെ എത്തും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തും. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണും ആയിരിക്കും. പിന്നീട് ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ഇക്വേറ്ററിലേക്ക് അയനം ചെയ്യും. സെപ്റ്റംബർ 23 ആവുമ്പോഴേക്കും സൺ വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസണും ആയിരിക്കും. പിന്നീട് സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും. പിന്നീട് ഡിസംബർ 22 ആവുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ എത്തുന്നു. ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ആ സമയത്ത്
നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും ആയിരിക്കും. പിന്നീട് ഡിസംബർ 22 സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലാണ്. അവിടുന്ന് വീണ്ടും എങ്ങോട്ട് പോകുന്നു? മാർച്ച് 21 ആവുമ്പോഴേക്കും എവിടെ എത്തുന്നു? ഇക്വേറ്ററിൽ എത്തുന്നു. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും ആയിരിക്കും. ഇത്തരത്തിലാണ് സൂര്യൻ അയനം ചെയ്യുന്നത്. ഇവിടെ നമ്മള് 2 സീസണുകൾ മനസ്സിലാക്കി വെക്കണം. സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും. അതായത് സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ വസന്തകാലം. It is a transition period from winter to summer. Spring season is a transition period from winter to summer. അതായത് ശൈത്യകാലത്ത് നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കാലമാണ് ഈ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ഈ സ്പ്രിംഗ് സീസണിന്റെ ഫീച്ചേഴ്സുകളാണ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ് പ്ലാന്റ്സ് സ്പ്രൗട്ടിംഗ്, മാംഗോ ട്രീസ് ബ്ലൂമിംഗ്, ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സ്. അതായത് മാങ്ങ ഉണ്ടാവുന്നതും ചക്ക ഉണ്ടാവുന്നതും ഇനിയോ ചെടികൾ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും ഒക്കെ ഏത് സീസണിലാണ്? ഈ സ്പ്രിംഗ് സീസണിലാണ്. It is also a transition period, autumn season, ഹേമന്തകാലം. അതായത് ഫ്രം സമ്മർ ടു വിന്റർ, വേനൽക്കാലത്ത് നിന്നും ശൈത്യകാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. The features of this season are autumn season is atmospheric temperature decreases, lengthening of night and shortening of day. Trees shed their leaves. അതായത് രാത്രിയുടെ ദൈർഘ്യം കൂടുതലും പകലിന്റെ ദൈർഘ്യം കുറവുമായിരിക്കും. പിന്നെ പൊതുവെ ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞു വരും. മരങ്ങള് ഇല പൊഴിയുന്ന സീസണാണ് എന്ത്? ഈ ഓട്ടം സീസൺ എന്ന് പറയുന്നത്. അപ്പം സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും 2 സീസണിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉത്തരായനം, ദക്ഷിണായനം. എന്താണ് ഉത്തരായനം, ദക്ഷിണായനം എന്ന് നോക്കാം. ഉത്തരായനം, the apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is known as Uttarayanam. The northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is known as Uttarayanam. അതായത് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തിനെയാണ് പറയുന്നത് ഉത്തരായനം. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തിനെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ക്രമേണ പകലിന്റെ ദൈർഘ്യം കൂടി വരും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദക്ഷിണായനം. The southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn is known as Dakshinayana. The southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn is known as Dakshinayana. ഈ സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തില് പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരും. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വൈ സീസൺസ് ചേഞ്ച് എന്ന പാർട്ടാണ്. അതിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് എർത്ത് റെവല്യൂഷൻ, ടിൽറ്റ് ഓഫ് ആക്സിസ് ആൻഡ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, ഇക്വിനോസിസ്, സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ് ആൻഡ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി ഒക്കറൻസ് ഓഫ് സീസൺസ്? ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇക്വിനോസിസ്, സമ്മർ സോൾസ്റ്റൈസ് ആൻഡ് വിന്റർ സോൾസ്റ്റൈസ്. സമരാത്ര ദിനങ്ങൾ, ഗ്രീഷ്മ അയനാന്തരം, ശൈത്യ അയനാന്തരം, ഇവ എന്തെന്ന് വ്യക്തമാക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനം, ദക്ഷിണായനം ഇവ എന്താണ് വ്യക്തമാക്കുക. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺ? വസന്തകാലത്തിന്റെയും ഹേമന്തകാലത്തിന്റെയും പ്രത്യേകതകൾ എന്തെല്ലാം?
സ്റ്റഡി ദ ടേബിൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് സോഷ്യൽ സയൻസ് ബുക്കിൽ എഴുതുകയും പഠിക്കുകയും ചെയ്യുക.